1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. അമ്മയുടെ രോഗവും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അതായത് നക്ഷത്രക്കാരുടെ ഈ കൂറുകാരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു മാസമാണിത്. അതുപോലെ തന്നെ വാഹന അപകടത്തിൽ നിന്ന് വളരെ കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. അതുപോലെ പല രീതിയിലുള്ള ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. അത് കണ്ടുപിടിച്ച് എവിടെ നിന്നാണോ ധനം കൂടുതൽ ചോർന്നു പോകുന്നത് അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. ഇപ്പം താമസിക്കുന്ന ഇടം എന്തെങ്കിലും രീതിയിൽ ആ സ്ഥലത്തിന് പ്രശ്നമുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് താമസിക്കാനായിട്ട് സാധിക്കുന്നു. മാറി താമസിക്കുന്നു, വസിക്കുന്നു. ബന്ധുക്കളുമായിട്ടുള്ള വിരോധം, ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ അതിര് തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ഏതെങ്കിലും കേസുകൾ കോടതിയിൽ നടക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ആ വിധി ലഭിക്കുന്നത്. അതുപോലെ പുത്രന് ശാരീരികമായും മാനസികമായും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ടാകുന്നു. 2/6/26 ഗുരുസംക്രമം മൂലം ശനീശ്വരൻ സകല ദോഷവും മാറ്റിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ പല ഗുണങ്ങളും ലഭിക്കുന്നു. മുൻ ജന്മ സുഹൃതം കൊണ്ട് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിലുള്ള പുണ്യങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നു. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവരുടെ തന്നെ അച്ഛനമ്മമാരുടെ സ്വത്തുക്കളൊക്കെ ലഭിക്കാനായിട്ട് സാധിക്കുന്നു. ഗർഭിണികൾക്ക് ഒരു നല്ല സമയമാണ്. സന്താനങ്ങൾക്കുള്ള പല ഗുണകരമായ കാര്യങ്ങളും നടന്നു കിട്ടുന്നു. അവർക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. ഖനന മേഖലയിലുള്ളവർക്ക്, അതായത് ഖനിയിൽ എന്തെങ്കിലുമൊക്കെ ഖനനം ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും വളരെയധികം ഗുണം കിട്ടുന്നൊരു സമയമാണ്. ചിലർക്ക് രത്നങ്ങൾ കിട്ടുന്നു. ഭൂമിയിൽ നിന്ന് അവിചാരിതമായിട്ട് രത്നങ്ങൾ കിട്ടുന്നു. വെള്ളി, സ്വർണം മുതലായവ ലോകങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പല പുതിയ മേഖലകളിലും അറിവ് സമ്പാദിക്കാനായിട്ട് ഈ കൂറുകാർക്ക് സാധിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിക്കിട്ടുന്നു. സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും വൈകിയിരിക്കുന്നതെല്ലാം കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നു. ഒരു തടസ്സമില്ലാണ്ട് കിട്ടാൻ പറ്റുന്നു. പൊതുപ്രവർത്തനത്തിലുള്ളവർക്ക് നല്ല സമയമാണ്. പല നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നു, അവാർഡുകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നമായ ചിരകാല അഭിലാഷമായ ഒരു വീട് ലഭിക്കുന്നു. ഈ ഇടവക്കൂറുകാർക്ക് ഒരു വീട് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വത്തുക്കൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ ശല്യം ചെയ്യുന്നില്ല. രോഗങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നു. ഇതൊക്കെ ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും അല്പം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോടും കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വഴക്കുണ്ടായി വഴക്ക് കൂടിക്കഴിയുമ്പോൾ മർദ്ദനമേൽക്കേണ്ട ഒരു സാധ്യത കാണുന്നതിനാൽ വഴക്കും തർക്കങ്ങളും ഒഴിവാക്കുക. ചില പോലീസ് പരാതികൾ വരുവാൻ സാധ്യതയുണ്ട്. അകാരണമായ ഭയം ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം, ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഭയമോ എന്തെങ്കിലും ഒരു ഭയം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവചിക്കുന്നത് ഫലങ്ങൾ. ആദ്യം വിശാഖ നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പൂർവിക സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളിൽ നിന്നും ആദായം കിട്ടുന്നതിനോ എന്തായിരുന്നാലും നല്ലൊരു സമയമാണ്. അവർക്ക് ഒരു വീട് കിട്ടുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് സ്വത്തും വസ്തുവകകളൊക്കെ കിട്ടാം. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ് അവർക്കുള്ളത്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് അതിൽ എല്ലാവർക്കുമല്ല ചിലർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു
അവസ്ഥ വന്നു ചേരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ മോശം കൂട്ടുകെട്ടുകൾ മൂലം നിയന്ത്രിക്കാനുള്ള ആൾക്കാരുടെ ഒരു അപര്യാപ്തത മൂലം ചില മോശമായ കൂട്ടുകെട്ടുകളിൽ അവർ പെടാനും പോലീസ് പരാതികൾ ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസം മുടങ്ങാതെ അവർക്ക് തുടർ വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് സാംസ്കാരിക രംഗങ്ങളിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കുന്നതിനും വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു നല്ലൊരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനുള്ളൊരു ഭാഗ്യം ഈ സമയം കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ ധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നു. അലർജിയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഒഴിച്ചാൽ വേറെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്ക് കാണുന്നില്ല. പിന്നെ മാത്രമല്ല, ഇവർക്ക് സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുമൂലം അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന, പല മേഖലകളിലും അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പൈസ കിട്ടുന്ന ഒരു സമയമാണ്. ധനം ധാരാളമായിട്ട് വരുന്നൊരു സമയമാണ്. പേരും പ്രശസ്തിയൊക്കെ വരാം. പക്ഷേ ഈ സമയത്ത് ധനത്തിനൊരു കൺട്രോൾ ഉണ്ട്. അതെല്ലാം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വലിയൊരു ഐശ്വര്യം ഉണ്ടാകുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ്. ഈ സമയം ഐശ്വര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അവർക്ക് ചില വിശാഖ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം മാറിക്കിട്ടുന്ന, വളരെ സന്തോഷിക്കുന്ന, സമ്പൽ സമൃദ്ധമായ ഒരു സമയമാണ് അവർക്ക് ഈ 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള കാലഘട്ടം. പുതിയ വീട് വാങ്ങാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ചിലർക്ക് കൃഷിസ്ഥലങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഉന്നതങ്ങളിൽ നിന്ന് ചിലർക്ക് അവരെ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുക മൂലം നല്ല സംഭാവനകൾ, മികച്ച സംഭാവനകൾ രാഷ്ട്രത്തിന് ഒക്കെ അവർ സമർപ്പിച്ചത് മൂലം അവർക്ക് നല്ല രീതിയിൽ ഒരു അവാർഡ് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ഈ സമയത്തേക്ക്. 72 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് പല രീതിയിലുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാകും. അവർ ഇത്രയും കാലം അധ്വാനിച്ച് സമ്പാദിച്ച ധനത്തിൽ നിന്നെല്ലാം അവർക്ക് വളരെ മികച്ച രീതിയിലുള്ള വരുമാനങ്ങൾ ധനത്തിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലഭിക്കാം. ചില രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി അവർക്കുണ്ട്. പക്ഷേ ഈ സമയം ഏതിനും ഒരു ശ്രദ്ധ ആവശ്യമാണ്. ആരുടെയും ചതിവിൽപ്പെടാണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അടുത്ത് അനിഴം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് അച്ഛനമ്മമാർ സഹിതം വേറെ വിദേശ രാജ്യത്തേക്കോ അല്ലെങ്കിൽ വിദൂരത്തേക്കുള്ള സംസ്ഥാനത്തേക്കോ താമസം മാറി പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പം അച്ഛനമ്മമാരുടെ ജോലി സംബന്ധിച്ച് പോകുന്നതും ആകാം. ചെറിയ ചില്ലറ അസുഖങ്ങൾ വന്നേക്കാം. ഇപ്പം സ്ഥലം മാറുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, ചില അനിഴ നക്ഷത്രക്കാർക്ക് പഴി കേൾക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ ചെയ്യാത്ത കാര്യത്തിന് ചില പഴികൾ കേൾക്കാം. അതുപോലെ ചില ചൂഷണങ്ങൾക്ക് വിധേയമാകാനും അറിയാതെ തന്നെ പല തെറ്റുകളിൽ ചെന്ന് ചാടാനും ഉള്ളൊരു സാധ്യതയും ഈ സമയം കാണുന്നുള്ളതിനാൽ ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകൾക്കും നിയന്ത്രണങ്ങൾക്കും എല്ലാത്തിനും അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നൊരു സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ ഒരു സംരക്ഷണം ലഭിക്കാം. ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു പക്വത അവർക്ക് ഈ ബാല്യകാലത്ത് തന്നെ ഉണ്ടാകാം. അതുപോലെ കഴിവിനനുസരിച്ച് അവർക്ക് ഉയരുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ നല്ല വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ അവർക്ക് നല്ല തസ്തികയിലേക്കുള്ള മികച്ച ജോലി കിട്ടുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകും. ചില്ലറ രോഗങ്ങളാണെങ്കിലും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക്
ഇതിൽ ചില ഒരു പ്രശ്നം, ദമ്പതിമാർ തമ്മിൽ ഒരു അകന്ന് കഴിയേണ്ട ഒരു സാഹചര്യം ചിലർക്ക് കാണുന്നുണ്ട്, ചില അനിഴ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ദൂരെ രണ്ട് സ്ഥലങ്ങളിലായിരിക്കാം, ദിവസേന വന്നു പോകാൻ പറ്റാത്ത ദൂരങ്ങളിലായിരിക്കാം. അതായിരിക്കാം ഒരു സെപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം വഴക്കിടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഏതായിരുന്നാലും ചിലവുകൾ ധാരാളം വരേണ്ട ഒരു സമയവും കൂടിയാണിത്. അതുപോലെ തന്നെ ധനം ധാരാളം വരുന്നതിനും സാധ്യതകൾ കാണുന്നുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും അതുപോലെ കൃഷിസ്ഥലങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങുന്നതിനെല്ലാം അവർക്ക് വളരെയധികം ഒരു നല്ലൊരു സമയമാണ്. അതിനുള്ള ഭാഗ്യം അവർക്കുണ്ട്. സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ ഇതിൽ ചില അനിഴ നക്ഷത്രക്കാർ അവരുടെ തന്നെ ഒരു ട്രസ്റ്റിൻ്റെ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകളുടെ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് അവർ എത്തുന്നതിനുള്ള ഒരു അവസ്ഥയും കൂടി, അതായത് ഒരു ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. ചിലർക്കിതിൽ വളരെ പ്രശസ്തമായ കീർത്തി അവാർഡുകളൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇതിൽ ചില അനിഴ നക്ഷത്രക്കാർക്ക് കണ്ണിനും ഉദരത്തിനൊക്കെ ചെറിയ ഒരു ചികിത്സ വേണ്ടി വരേണ്ട ഒരു സമയവും കൂടിയാണ്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില അനിഴ നക്ഷത്രക്കാർക്ക് ചില ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അന്യദേശത്തേക്ക് വസിക്കാം, വിദേശവാസം കാണുന്നു ഈ സമയം. ചില പോലീസ് പരാതികളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്ക് ആഭിചാര ക്രിയകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭയവും ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനവും ഐശ്വര്യങ്ങളെല്ലാം മറ്റെല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്ക് വേണമെങ്കിൽ പുതിയ വാഹനം വാങ്ങാം, അതല്ലെങ്കിൽ വീട് വാങ്ങാം. അവർക്ക് എല്ലാ രീതിയിലും നല്ല ഒരു സമയമാണ്. കൊച്ചുമക്കളും മക്കളുമായി സസുഖം അവർക്ക് ജീവിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ഇതിൽ ചില അനിഴ നക്ഷത്രക്കാർക്ക് കാർഷിക മേഖലയിൽ നിന്നും ഒരു ധാരാളം ലാഭം കൂടി കിട്ടുന്ന ഒരു സമയമാണ്. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില അനിഴ നക്ഷത്രക്കാർക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ മൂലമുള്ള ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മൂത്ര സംബന്ധമായ ഏതെങ്കിലും രീതിയിലുള്ള അതുമായിട്ട് ബന്ധമുള്ള ശസ്ത്രക്രിയകളോ ആകാം. മൂത്രാശയ സംബന്ധിച്ചോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ശസ്ത്രക്രിയ ആകാം. ചിലർക്ക് രക്തത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിത്തരസങ്ങളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ഒരു വ്യത്യാസത്തിലുള്ള ഒരു ദോഷങ്ങളും ശരീരത്തിന് ഉണ്ടാവാം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ കൊച്ചിൻ്റെ അച്ഛനമ്മമാരും ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പൂർവിക സ്വത്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ പൂർവികരുടെ ധനം അവരുടെ നിക്ഷേപങ്ങളെല്ലാം വിഹിതം വെച്ച് കിട്ടേണ്ട ഒരു ഭാഗ്യം ഈ സമയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു നല്ല പ്രയോജനമുള്ള ഒരു സമയമാണിത്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില ദുഃഖങ്ങൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ഐശ്വര്യങ്ങൾക്ക് കോട്ടം തട്ടാം. ഇത് കിട്ടിയ ധനവും മറ്റുള്ള എല്ലാം വളരെ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. സൂക്ഷിച്ചാൽ പ്രശ്നമൊന്നും കാണുന്നില്ല. അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും സംഭവിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഇതിൽ വേണ്ടപ്പെട്ട അവരെ എല്ലാ കാര്യത്തിനും സഹായിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംരക്ഷകനായിട്ട് നിന്നിരുന്ന ഒരു ആൾ, ചിലപ്പോൾ അമ്മാവനാകാം, അപ്പൂപ്പനാകാം, മറ്റു ബന്ധുക്കളാകാം, അവരുടെ ആരോ മരണപ്പെടുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ നടന്നു കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്ക്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പറ്റിയൊരു സമയമാണ്. അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാം. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല വിശേഷപ്പെട്ട മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ അവർക്ക് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ തന്നെ അവർക്ക് വലിയ ഒരു തൊഴിൽ അവർക്ക് ലഭിക്കാം. വലിയൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വലിയൊരു സ്ഥാപനത്തിൻ്റെയൊക്കെ ഒരു ഉയർന്ന പദവിയിലേക്ക് അവർക്ക് എത്തിച്ചേരേണ്ട ഒരു ഭാഗ്യവും കൂടി ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക്
ചിലർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങളൊക്കെ വരാം. പണച്ചെലവുണ്ടാകാം. അതുപോലെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും ജോലി സംബന്ധമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാമെന്നതൊഴിച്ചാൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയം കാണുന്നില്ല. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച, ചിലർക്ക് ഇതിന് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നല്ലോ, ചില അസുഖം ഉണ്ടായിരുന്നു, മാനസികമായും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടി സകലവിധ സമ്പൽ സമൃദ്ധിയും കിട്ടുന്ന ഒരു സമയമാണ്. സർവ്വപ്രതാപങ്ങളും ഐശ്വര്യങ്ങളും പദവിയും ആഡംബരമായ ജീവിതവും അവർക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം അവർക്ക് ഈ സമയമുണ്ട്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചിലർക്ക് ചില അവയവങ്ങൾക്കൊരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ ചില കോടതി നടപടികൾ ഉണ്ടായേക്കാം. അതുപോലെ ഇവർ ചില മോഷ്ടാക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ട ചില സാധനങ്ങൾ, വസ്തുവകകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ടതിനാൽ വിലപ്പെട്ട സാധനങ്ങൾ ശ്രദ്ധാപൂർവം വയ്ക്കുക. 59 വയസ്സ് മുതൽ 77 വയസ്സിനും അതിന് മുകളിലോട്ടുള്ളവർക്ക് നേരത്തെ എന്തെങ്കിലും രീതിയിൽ അശ്രദ്ധയും ബുദ്ധിമോശവും കാണിച്ചിരുന്നാൽ അതിന് പശ്ചാത്താപം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അല്ലാത്തവർക്ക് ആ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ജീവിതത്തിൽ സകലത്തിനോടും അവർക്ക് സന്തോഷവും എല്ലാ കാര്യത്തിലും അവർക്ക് വളരെ ഐശ്വര്യമുള്ള ഒരു സമയവും കൂടിയാണിത്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇടവ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.